അപ്പം നമ്മുടെ സദ്യയുടെ ഇലയിൽ വിളമ്പാനായിട്ട് 5 തരം കറികൾ, എല്ലാം പച്ചടിയാണ്. പെട്ടെന്ന് എങ്ങനെ 5 തരം പച്ചടി ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ ഞാനിപ്പോൾ 5 തരം പച്ചക്കറികൾ എടുത്തിരിക്കുന്നത്: വെണ്ടയ്ക്ക, മാങ്ങ, ബീറ്റ്റൂട്ട്, മത്തങ്ങ, വെള്ളരിക്ക. ഇത്രയും വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നല്ലവണ്ണം ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് കൊത്തി അരിഞ്ഞ് വെച്ച പച്ചമുളകും കരിവേപ്പിലയും കൂടി ഓരോന്നിലും കുറേശ്ശെ ഇട്ട് കൊടുക്കാം. എല്ലാ പച്ചക്കറിയും നല്ലവണ്ണം ചെറുതായി തന്നെ കൊത്തി അരിയണം. പച്ചടിക്ക് അങ്ങനെയാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. ഇനി ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കുന്നതിന് 1 തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓരോന്നിനും 3 ടേബിൾ സ്പൂൺ എന്ന കണക്കിലാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്തിട്ടുണ്ട്. കുറച്ച് പച്ചമുളകും കുറച്ച് കരിവേപ്പിലയും കൂടി കൂട്ടി നമുക്ക് അരച്ചെടുക്കാം. ഇതൊരു മിക്സി ജാറിലേക്ക് മാറ്റാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലവണ്ണം അരച്ചെടുക്കണം. ഇതിലേക്ക് പച്ചടിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കടുക് ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ കടുകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം നല്ലവണ്ണം അരഞ്ഞു കിട്ടിയിട്ടുണ്ട് എല്ലാം കൂടി. ഇനി നമുക്ക് പച്ചടിക്ക് ആവശ്യമായ വേറൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് തൈര്. ഒരു പാൻ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് ആദ്യം ഞാൻ മാങ്ങ പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ നല്ലവണ്ണം വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് ഉപ്പിടാം. ഉപ്പിട്ട് ഒന്ന് യോജിച്ച് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളവും മാങ്ങയും എല്ലാം കൂടി ഒന്ന് യോജിച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ അരപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് മാങ്ങയുമായിട്ട് നല്ലവണ്ണം ഒന്ന് യോജിച്ച് വരണം. പച്ചച്ചുവ നല്ലവണ്ണം മാറണം അരപ്പിൻ്റെ. എല്ലാം കൂടി നല്ലവണ്ണം യോജിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തൈര് ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടീസ്പൂണാണ് ഞാൻ ഒഴിച്ചത്. മാങ്ങയ്ക്ക് കുറച്ച് കുറവ് മതി. അത് നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് അനുസരിച്ച്, പുളിയുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് തൈര് ഒഴിച്ചാൽ മതി. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ പാടില്ല. ഉടനെ ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ മാങ്ങാപ്പച്ചടി റെഡി. അതുപോലെ അടുത്തത് വെള്ളരിക്ക. അങ്ങനെ 5 ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ സെയിം പ്രോസസ്സിലാണ് തയ്യാറാക്കുന്നത്. ആദ്യം ഇൻഗ്രീഡിയൻറ്റ് എണ്ണയിലിടുക, വറക്കുക, പിന്നെ ഉപ്പിട്ട് കൊടുക്കുക, കുറച്ച് വെള്ളം ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് അരപ്പ് ചേർത്ത് നല്ലവണ്ണം യോജിച്ച് കഴിയുമ്പോൾ തൈര് ഒഴിക്കുക. ഫ്ലെയിം ഓഫ് ചെയ്യുക. തിളയ്ക്കാൻ പാടില്ല. പുളി ഉള്ള ഐറ്റംസിന് കുറച്ച് തൈരും പുളിയില്ലാത്തതിന് കുറച്ച് കൂടുതൽ തൈര് ഒഴിക്കുക. ഇതിൽ ബീറ്റ്റൂട്ട് പച്ചടി മാത്രമാണ് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളത്. അതായത് അതിന് കുറച്ചധികം വേവുണ്ട്.
ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് നല്ലവണ്ണം ഗ്രേറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ചെടുത്തോ ഉണ്ടാക്കാം. ഇങ്ങനെയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് മൂടി വെച്ച് വേവിച്ചിട്ട് അതിലേക്ക് ഉപ്പിട്ട് അരപ്പിട്ട് അതുപോലെ തൈര് ഒഴിച്ച് ശരിയാക്കിയെടുക്കാം. ഇങ്ങനെയാണ് 5 പച്ചടികളും പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുത്തത്. നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് താളിച്ചിടാം. മുളക്, കറിവേപ്പില, കുറച്ച് കടുക്, ഇത്രയും താളിച്ച് നമുക്ക് എല്ലാ പച്ചടിയിലും ഒഴിക്കാം. ചിലർ ഇതിൽ കടുകിടും, ചിലർ കടുകിടില്ല. പച്ചക്കടുക് അരയ്ക്കുന്നതുകൊണ്ട് ചിലർ കടുകിടാറില്ല, ചിലർ കടുകിടും. അപ്പോൾ നമ്മുടെ 5 പച്ചടിയും പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. വീണ്ടും കാണാം.